മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇവിടെ ആരുമില്ലേ? ഒരാള് നിൽക്കുമല്ലേ? അകത്തോട്ട് കേറിക്കോട്ടെ. അകത്തോട്ട് കയറാനാണോ വന്നേ? മോളാള് മിടുക്കിയാണല്ലോ. കൊച്ചു കുട്ടികൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ അപ്പൊ ഓടാനെ മിടുക്കിയാന്ന് പറഞ്ഞു. എന്നാലും അത് പോട്ടെ. ചേച്ചി ആന്റിന്ന് വിളിക്കണോ അതോ ആന്റി ചേച്ചി വിളിക്കണോ? ഇഷ്ടമുള്ളത് വിളിച്ചോ. എന്നാ പിന്നെ ചേച്ചി അകത്തോട്ട് വാ. ചേച്ചി എവിടെന്നാ വരുന്നേ? ആലപ്പുഴ. പോയി യൂണിഫോം ഇട്ട് ചെല്ല്. ടീച്ചറെ ഇവളങ്ങ് കൊണ്ടേക്കോ. ചേച്ചി ഇതെന്റെ ടീച്ചർ ഒന്നും അല്ല, ചേച്ചിയുടെ ഫ്രണ്ട് അല്ലേ? എന്റെ ഫ്രണ്ടാ? നീ അല്ലേ പറഞ്ഞ നിന്റെ ടീച്ചറാന്ന്? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ചുമ്മാ പറഞ്ഞതാ. നീ ഇത് പിന്നെ ആരാന്നും പറഞ്ഞ വീട്ടിൽ വിളിച്ചേറ്റി? നീ എന്തിനാ വീട്ടിലേക്ക് വിളിച്ച്? ആന്നാ? അമ്മമ്മേ, അമ്മമ്മേ. ശരിക്കും ആരാ വന്നു കയറിയോണ്ടേ? ഞാൻ ഒരു ചോദ്യചിഹ്നമായല്ലേ? ചോദ്യചിഹ്നോ? ശരിക്കും ആരെ കാണാനാ വന്നേ? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഉള്ളവരൊക്കെ ഉണ്ട്. എന്താ? അമ്മൂമ്മയാണല്ലേ? നമസ്കാരം അമ്മൂമ്മ. നമസ്കാരം. അമ്മൂമ്മ പാഴൂരെ അമ്മൂമ്മയാണോ നെയ്യാറ്റിൻകരയിലെ അമ്മൂമ്മയാണോ? ഞാൻ പാഴൂർ അമ്മൂമ്മയാ. ഞാൻ മധുരൈ കനകം. കനകം? കനകം അറിയില്ല കേട്ടോ. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി, ഈ മറ്റേ ഹെൽത്തിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി വന്നതാ. ലച്ചുവിനൊരു സംശയം തോന്നിക്കഴിഞ്ഞാ പിന്നെ അത് കണ്ടുപിടിക്കാതെ പറ്റില്ലല്ലേ. എന്റെ പേരെങ്ങനെ അറിയാ? പാറു ലച്ചു ചേച്ചിന്ന് വിളിച്ചു. എന്റെ പേരെങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാൻ പാറു. എനിക്ക് ഇവിടെ ഉള്ളവരെ നേരിട്ട് അറിയില്ലെന്നേ ഉള്ളൂ. എല്ലാവരുടെയും പേരും സ്വഭാവ രീതിയും ഒക്കെ എനിക്കറിയാം. അതെപ്പടി? അതൊക്കെ അറിയാൻ കനക ചേച്ചി. കേശു ശിവാനി എവിടെ? ശിവാനി ചെന്നൈ പഠിക്കുക. കേശു അവൻ ഇവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ജംഗ്ഷനിലോട്ട് വല്ലതും പോയതായിരിക്കും. കേശു അവൻ ഇപ്പോഴും ചുറ്റിത്തിരിഞ്ഞ് ഓരോരുത്തരെ പറ്റിച്ച് നടക്കുമായിരിക്കും അല്ലേ? അവനെ എനിക്ക് ശരിക്കും കാണണ്ടേ. എന്തായാലും അവൻ വരട്ടെ. അതുവരെ ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. ഞാൻ വിളിച്ചു കയറ്റിയതൊന്നുമല്ല, നീ ഈ പാറോണ് വിളിച്ചു കയറ്റിയത്. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ ഇവിടെ വിളിച്ചു കയറ്റാൻ ഇതെന്തോ അഗതി വന്നവരാണോ? ഞാൻ പറഞ്ഞില്ല ഞാനല്ലെന്ന്.
കൊച്ചെ അത് ആരത്? ആ അത് ആലപ്പുഴന്നാ. ആലപ്പുഴ ആര്? ആ ചേച്ചി. അമ്മൂമ്മ എന്തായാലും കേശു വരട്ടെ, കേശുവിനെ അറിയാവുന്നല്ലേ പറഞ്ഞേ. അതെ അതെ. ഓരോരുത്തരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. എന്റെ സിദ്ധു, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ നിന്റെ പ്രശ്നം? എന്ത് വഴക്കുണ്ടാക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് വയ്യ. എനിക്ക് സോറി ഒന്നും കേക്കണ്ട സിദ്ധു, നീ വെച്ച ഒന്നാമത് എന്റെ മൂഡ് പോയിരിക്കാണ്. ആ നീ ഫ്രീ ആൻ വിളിക്ക്. ശരി, ലവ് യു. എന്താണ്? എവിടെ പോയതാ? എവിടെ പോയതാ? ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വരെ ബുക്ക് മേടിക്കും. നിന്റെ വേറൊരു ഫ്രണ്ട് അകത്തൊന്നും ഇരിപ്പുണ്ട്. ആരേച്ചി? അതാരാത് പോയി നോക്ക്. നിന്റെ ഒരു ഫ്രണ്ടാന്നാ പറഞ്ഞേ. എന്റെ ഫ്രണ്ടാ? ആ ഉണ്ടേക്കാം. ആരൊന്നും പറയണ്ടേ? പറയണില്ലേ? വരാം, ചെല്ല്. പോടാ പോണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇവിടെ എവിടെ എവിടെ? എവിടെ? ആര്? ആ കൊച്ച്. ഏത് കൊച്ച്? ഇവിടെ ഉണ്ടായിരുന്ന കൊച്ച്. ഏത് കൊച്ചെന്ന് അവിടെ ഞാൻ ആരും കാണുന്നില്ല. എടാ ഇവിടെ ഉണ്ടായിരുന്നടാ. പാറേ പാറോ. ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചിനെ കാണത്തിന് പാറിന് എന്തിനാണ് വിളിക്കണേ നിങ്ങള്? എന്താ ഇവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചെന്തേ? ചേച്ചിയോടെ പോയി. അതല്ലേ ഞാൻ ചോദിക്കണ, ആ ചേച്ചി എവിടെ പോയിന്ന്. ഏത് ചേച്ചി? എടാ നിന്നെ അന്വേഷിച്ചൊരു പെങ്കൊച്ചാടാ വന്നത്. ആ ചേച്ചി അടുക്കളയിലില്ലേ? ഇല്ല, അവിടെ പോയടാ. ചേച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് സിദ്ധുവിന്റെ കോള് വന്നേ. അപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. പിന്നെ അവിടെ പോയി. നീ ഏതവിടെ പോണ്? ആ കൊച്ചി ജനൽ വഴി ഇങ്ങനെ ചാടി പോയെന്ന് നോക്കുവാണോ? പറയാൻ പറ്റത്തില്ലല്ലോ, ചേച്ചിയുടെ അമ്മായിയുടെ സ്വഭാവമാണെങ്കിലോ. ആടി, ഞാൻ ജനൽ വഴി ഓട് വിളിച്ചൊക്കെയാണല്ലോ പോണത്. എന്തൊരു വിളിച്ച്? ഓട്. ഇവിടെ ഇവിടെ ആ കൊച്ചെവിടെ? ഏത് കൊച്ച? അമ്മൂമ്മ ഇവിടെ വന്ന കൊച്ച്. ഇവിടെ ഒന്നും ഒരു കൊച്ചിനെ ഞാൻ കാണാനില്ല. ഇതേ കനവുണ്ടാക്കിയ ജ്യൂസാ, സ്പെഷ്യൽ ആണെന്നാ പറഞ്ഞേ. കൊച്ചെങ്ങോട്ട് പോയെന്ന് പറ. അതിനിവിടെ കാണാനില്ല. പിന്നതങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോയി എല്ലാരും വന്ന് ചോദിക്കണം ആരെങ്ങോട്ട്. ஜூஸ் எப்படி இருக்கு? இது உனக்கு பண்ணின ஜூஸ் இல்ல, அந்த பொண்ணுக்கு பண்ணினது. എന്താ പൊണ്ണുക്ക് പണിണത്? ஐயோ, அந்த മോൾ എങ്ക പോச்சு? ഞാൻ ഒന്ന് പുറത്തു പോയി നോക്കട്ടെ. അല്ലടാ, ആ കൊച്ചു പുറത്തേക്ക് പോയി യാതൊരു ചാൻസും ഇല്ല. ഞാൻ അവിടെ നല്ല ഫോൺ സംസാരിച്ചോണ്ടിരുന്നേ. அது நீ சொல்ல வேண்டாம். நீ போன் பேசறச்ச ஏதா ஒரு யானை போனா கூட தெரியாது. യാനി ஆனா எலிஃபென்ட். തമിഴിലെ എന്നിട്ട് കൊട്ടുന്ന കൊട്ടുണ്ടല്ലോ, അത് ഇച്ചിരി കൂടുതലുണ്ട്. വഴി കൂടെ പോയ ഏതോ നിന്നെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് എല്ലാരും കൂടെ ഇവിടെ നിന്ന് എന്തരാണ് ഈ പറയണെന്നാണ് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവാത്തത്. വഴി കൂടെ പോയതാണോ ആകാശത്തെ കൂടെ പോയതാണോ എന്ന് അറിയാൻ പാടില്ല. നിന്റെ ആ ചെറിയ പെങ്ങളുണ്ടല്ലോ, അവളാണ് ഏണി വെച്ച് വിളിച്ച് കയറ്റിയത്. എന്നാ പിന്നെ ഈ വഴി കൂടെ പോയ ഈ ആൾ എവിടെ നിന്നാണ് വന്നത്? എവിടുത്തുകാരിയാണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? ആ അത് എന്തോ ആലപ്പുഴ എന്നാണ് പാറു പറഞ്ഞേ. ആലപ്പുഴ? ആ പേരെന്ത്? ആ പേരെന്താ? നീ ചോദിച്ചില്ലേ പേരെന്തോന്ന്? അത് ശരി, അമ്മൂമ്മ ചോദിച്ചു എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കാതിരുന്നേ. നീ ചോദിക്കാന്ന് വിചാരിച്ചാ ഞാൻ ചോദിക്കാതിരുന്നേ. കാരണം ഞാൻ ചോദിച്ചാ இல்ல, நானும் கேட்கல. പേരെന്നാണ് പോലും അറിയാത്ത ഒരാളാണ് വീട്ടിൽ വിളിച്ച്. പേരെങ്കിലും ചോദിച്ചൂടെ? നിങ്ങളെല്ലാം കൂടെ എന്തൊരു കളിക്കാനാ? എനിക്ക് തലയ്ക്ക് ഓളമെന്നാണോ നിങ്ങളൊക്കെ വിചാരം? ആന്റി, ഞാൻ തന്നെ പഠിക്കാൻ പോവാണ്. നല്ല ജ്യൂസ് ഇഷ്ടപ്പെട്ട് കുറച്ചെടുത്ത് ഉണ്ടാക്കി പോയി. പിന്നെ ഒരു കപ്പിലെടുത്ത് ഫ്രിഡ്ജിലൂടെ പോയി. പിന്നെ കപ്പിലും അല്ല ബക്കറ്റിൽ കളിക്ക് വെച്ചു. ബക്കറ്റ് ഫ്രിഡ്ജിൽ കയറൂ? ആ ചില ബക്കറ്റ് കയറും. ഞാൻ എന്റെ എല്ലാരും ഇവിടെ പോയേ, എല്ലാരും പിരിഞ്ഞോ? ഞാൻ ഇവിടെ നിന്ന് പഠിക്കുന്നുള്ളൂ. ഇല്ലാത്ത കഷ്ടം തന്നെ. ഏത് പെങ്കൊച്ചിത്? നിന്നെ തിരക്കി വന്ന കൊച്ചേതാ? ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ലേ? ഇല്ല. ആലപ്പുഴ വീടെന്നല്ലേ പറഞ്ഞേ? എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. ചേച്ചി നമ്മുടെ അളിയല്ലേ സിദ്ധുളി? അളിയ പണ്ട് ചേച്ചിക്ക് മുമ്പ് കല്യാണം കഴിച്ച പെങ്കൊച്ചായിരിക്കും.
അനാവശ്യം അടിച്ച് പറ്റിച്ചോളാം ഞാൻ നോക്കിക്കോ. അല്ല പിന്നെ അറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുമ്പോ പിന്നെ 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 ചോദിച്ചോണ്ടിരുന്ന ചേച്ചി അവിടെ ഒന്നുമില്ല. അവിടെ ഒന്നും ഇല്ലേ? പിന്നെ അവിടെ പോയി അപ്രതീക്ഷയായി കാണും. ആ നീ തുടങ്ങിയോ? ஆமா அம்மா. அம்மா 2 நாளா நம்ம வெஜிடேரியன் மட்டும் தானே சமைக்கிறோம். ஆனா இன்னைக்கு கேசு கேட்டான் என்கிட்ட ஏதா நான்வெஜ் வேணும்னு. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാന്? അവർക്ക് വേണമെങ്കിൽ അവരോട് പോയി മേടിച്ചോണ്ട് വരാൻ പറ. ഇപ്പൊ ഞാൻ എന്തോ വഞ്ചി മല എടുത്തോണ്ട് കടലിൽ പോകാൻ പറ്റുമോ? வஞ்சி வலை கடல் நீங்க தொழையிறது இதெல்லாம் நினைச்சாலே ரொம்ப அருமையா இருக்கு. ഞാൻ വഞ്ചി തുഴയും. நீங்க தொழைவீங்களா? പിന്നില്ലാതെ 10-20 വർഷം മുമ്പേ ഞങ്ങൾക്ക് ആറ്റിനക്കരെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഈ വഞ്ചിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഈ വഞ്ചിയില പോയി കൊണ്ടുവരുന്നത്. അപ്പா സൂപ്പർ താ. എന്നിട്ട് എനിക്ക് വഞ്ചി കാണാൻ പറ്റിട്ടില്ലല്ലോ. മക്കള് ഇതുവരെ വഞ്ചി കണ്ടിട്ടില്ലയോ? ആഹാ, മക്കള് പടവലത്ത് വരുമ്പോഴേ വഞ്ചി തുഴഞ്ഞ ആൾക്കാർ പോകുന്ന മക്കള് കണ്ടിട്ടില്ലയോ? അത് കണ്ടിട്ടുണ്ട്, നമ്മുടെ വഞ്ചി കണ്ടിട്ടില്ല. അതൊക്കെ പോയില്ലയോ? ഓ തനിയെ പോവോ? തനിയെ പോയതല്ല, പണ്ടൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരെ വെള്ളം കയറിയായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. പിന്നെ മേടിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മുടെ അക്കരെയുള്ള സ്ഥലവും അങ്ങ് കൊടുത്തു. അമ്മൂമ്മ ഈ നേരത്തെ വന്ന അത് ആരായിരുന്നത്? ആ എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ വർത്താനമൊക്കെ പറയുന്നെങ്കിലും അത് തന്നെ അവിടെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ആന്റിക്കറിയാണ്ടി? எனக்கு தெரியலடா. யாரு எங்க இருந்து வந்தா எதுக்கு வந்தா ஒண்ணுமே புரிய மாட்டேங்கிறது. ഇവിടെ പിന്നെ സത്രമാണല്ലോ. ആർക്ക് വേണേ എപ്പ വേണേ വരയോ പോവോ ഒക്കെ ചെയ്യാലോ. അത് അമ്മൂമ്മ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. ആരെപ്പ കയറി വന്നാലും വെൽക്കം ചെയ്യാൻ വെൽക്കം ഗേൾ ഉണ്ട്, സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാൻ സ്പെഷ്യൽ ഷെഫ് ഉണ്ട്. ഇവിടെ ആരാ ഇല്ലാത്ത? ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ നീ சொல்லு. ആരും പേടിക്കരുത്. ഞങ്ങളാരും പേടിക്കൂല. നീ തന്നെ കഥ പറഞ്ഞ നീ തന്നെ പേടിച്ച അവസാനം രാത്രി ഉറക്കത്തിൽ കിടന്ന് മുള്ളായിരുന്നാ മതി. ഞാൻ മുളത്തൊന്നുമില്ല. അച്ഛൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ആ പാറമടയുടെ സൈഡില് ഒരു സ്ത്രീ വന്ന് നിൽക്കാറുണ്ടെന്ന്? പാറമടയുടെ സൈഡില് ഒരു സ്ത്രീ അല്ല, ഇഷ്ടം പോലെ സ്ത്രീകൾ വരാറുണ്ട്. ഈ പോത്തിനെ ആടിനെയൊക്കെ മേയ്ക്കാനും അല്ലാതെ ഇല്ലാതെയൊക്കെ. എടാ ഇവള് ഉദ്ദേശം അതല്ലടാ. എടാ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ആ പാറമടയുടെ അവിടെ രാത്രിയും പകലൊക്കെയായിട്ട് ഒരു സ്ത്രീനെ കാണാറുണ്ടെന്ന്. നമ്മൾ നോക്കുമ്പോ ടപ്പേന്ന് കാണാണ്ടാവും. ഈ കഥ പിന്നെ ഭാസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എടി ഭാസി പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? പക്ഷെ ഈ നാട്ടുകാർക്ക് മൊത്തം ഈ കഥ അറിയാമോ? ഇത് ഇവിടെ പാട്ടാ. കേശോട്ടാ ആ സ്ത്രീ എങ്ങോട്ടാണ് ഇങ്ങോട്ട് വന്നത്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സുന്ദരായൊരു യുവതിയാന്ന്. എന്റെ അച്ഛൻ പിന്നെ പൊലിപ്പിച്ച് പറയാൻ മിടുക്കനാണല്ലോ. അച്ഛനെ കൂടുതലൊന്നും പറയണ്ട കേട്ടാ. ചേച്ചി എന്നാലും ആരായിരിക്കും അത്? ആരാണെങ്കിലും മോനെ കേശു നിന്നെ അന്വേഷിച്ചാണ് വന്നത്. ചേച്ചി എന്റെ കോളേജിലേ പുതിയതായിട്ട് ചില ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇപ്പൊ അവരുള്ളായിരിക്കും. അതോ ഇനിയിപ്പം എന്റെ സീനിയേഴ്സ് വല്ലോ? കേശോട്ടാ എന്തായാലും ചേട്ടനെ അന്വേഷിച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വരുന്നു. ഇതിനെ ഉണ്ടല്ലോ ഞാൻ എടുത്ത് തൂക്കിയെടുത്ത് തറയടിക്കും കേട്ടാ. ഉണ്ടായിരുന്നു പറയാൻ പറ്റും. എനിക്ക് തോന്നണതേ ഈ ചില സ്ത്രീകളുണ്ടല്ലോ അവര് വലിയ വലിയ വീടുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടില്ലേ നൈസായിട്ട് ആ വീട്ടിലെ ആൾക്കാരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. അതായത് ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് താമസിക്കുന്നുണ്ടെന്നൊക്കെ. എന്നിട്ട് അവര് പയ്യെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് കമ്പനിയാവും. എന്നിട്ടോ ആരും ഇല്ലാത്തപ്പോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. പറയാൻ പറ്റില്ല, ചിലപ്പോ പിള്ളേരെ വരെ തട്ടിക്കൊണ്ടുപോകും. ഇനിയിപ്പൊ അങ്ങനെ വലുതുവാണോ? അയ്യോ ഇതെല്ലാം കൂടെ കേട്ടിട്ടേ എനിക്കങ്ങ് പേടിയാവുന്നു. ഞാനങ്ങ് പടവലത്തോട്ട് പോയാലോ? எனக்கும் பயமா இருக்கு. நான் மதுரைக்கு போவா? പിന്നെ പോടു. എന്തായാലും വേണം നമുക്ക് വരണത്ത് വെച്ച് കാണാം. പിന്നെ വീട്ടിൽ കയറി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് ഇപ്പൊ നോക്കും. ചേച്ചി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയിട്ട് വരാം. പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കുറച്ച് ചർച്ച. പഠിക്കണ കാര്യത്തിന് തന്നെയാണോ പോണത്? അല്ല,
സിനിമാ സമരം എന്തോ സംഭവിക്കാൻ പോണെന്ന് പറയുന്നത് അതിന്റെ ഒരു ചർച്ച ചെയ്യാൻ പോകും. തർക്കത്തിനും പറഞ്ഞോ. അല്ല പിന്നെ അപ്പോഴല്ലേ ഞാൻ പറഞ്ഞ പഠിക്കണ കാര്യം ചർച്ച ചെയ്യാനാണ് പോണത്. ஐயோ இந்த பாரூட்ட எவ்வளோ வாட்டி சொன்னாலும் கேட்க மாட்டான். ஷே, பேப்பரை பிச்சு பிச்சு போட்டுடுவா. ஐயோ ஐயோ, அந்த பொண்ணு தானே இது. ஐயோ அம்மா, லெச்சு. அங்க பாரு. ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ലല്ലോ. ഇത് എവിടെ പോയിരുന്നു? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എന്തോ തീരുമാനിച്ചുറപ്പിച്ചുള്ള ഇരിപ്പാ. ലച്ചു, മോളൊന്ന് പോയി നോക്കിട്ട് വാ. അമ്മൂമ്മയോട് പോണം. എടി, എനിക്ക് അടുക്കള ഒരുപാട് പണിയുണ്ട്. எனக்கும் கிச்சன்ல வேலை இருக்கு. வாமா போலாம். എനിക്കും കിച്ചണിലെ വേല ഇരിക്ക്. രണ്ടുപേരും മുങ്ങളോരോടെയാണല്ലേ. ഒരു കാര്യം ചെയ്യ്, കനകാന്റി പോയി നോക്കിട്ടു. അതേ പാറു വരും കൂട്ടിന്. ഞാനാ അവിടെ ചെന്നിട്ട് വേണം എന്നെ കൊല്ലാൻ. എന്നിട്ട് പിന്നെ ചോരയും കുടിക്കും. ஐயோ லெச்சு, எனக்கும் பயமா இருக்கு. ആന്റി പേടിക്കാനൊന്നും ഇല്ല. മധുര മീനാക്ഷി അമ്മേനെ മനസ്സിൽ വിചാരിച്ചങ്ങ് പോയി ചോദിച്ചാ മതി. എല്ലാവർക്കും പേടിയാ, അമ്മൂമ്മയ്ക്കും പേടിയാ. എടി, പിന്നെ പേടിക്കാതിരിക്കുവോ? ഇത്രയും പ്രായമായില്ലേ അമ്മൂമ്മ? നീ എത്ര കാലം ഒന്നും വെച്ചിട്ടാണ്? എടി, പ്രായം ഉണ്ടെന്നും പറഞ്ഞോണ്ട് പേടിയല്ലാതാവോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. നടക്ക്, നീ വാ. ആ നടക്ക്, ഞാൻ ഉണ്ടല്ലോ. நீ முன்னாடி നടക്കാൻ. അമ്മൂമ്മ പുറകിലുണ്ടോ? ഞാൻ പുറകെ തന്നെ ഉണ്ട്. ലച്ചു, നീ കുറച്ച് അകന്നു നിന്ന് സംസാരിച്ചാൽ മതി. ഒരുപാടങ്ങ് അടുത്തോട്ട് പോവല്ലേ. ആലപ്പുഴ ചേച്ചി, നിങ്ങളെല്ലാരും ഇവിടെ വന്ന് നിൽക്കുക, എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ചേച്ചി ഞങ്ങളിവിടെ വന്നിട്ടും ചേച്ചിയല്ലേ ഞങ്ങളെ കാണാതിരുന്നത്? ആണോ? ആരും ഇങ്ങോട്ട് വന്നേ. ഞാൻ വരത്തില്ല. ഇങ്ങോട്ട് വായോ. ഞാൻ വരത്തില്ല. വാ പാറു. വരത്തില്ല. ചെല്ല് പറ, ചേച്ചി വിളിക്ക്. കൊച്ചി നീ എന്റെ പാറുക്കുട്ടിയല്ലേ? നിന്നെ എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട് കടിച്ച് തിന്നു. അയ്യോ ചേച്ചി, തിരുന്നോണം. അടങ്ങിയിരി പാറോടെ. അടങ്ങിയിരുന്നേ. അതെ, തന്റെ പേരെന്താ? എന്റെ പേര് ദേവു. അടുപ്പുള്ളവരെ എന്നെ ദേവൂട്ടിന്നാ വിളിക്ക. കേശു എന്നെ ദേവൂട്ടിന്നാ വിളിച്ചോണ്ടിരുന്നേ. ദേവു லேட்டா தான் வருவான். അവൻ എത്ര വൈകി വന്നാലും ഞാൻ അവനെ കണ്ടിട്ടേ പോവുള്ളൂ. അവൻ ശരിക്കും ഞങ്ങളെയൊക്കെ സ്നേഹിച്ച് ചതിച്ചിട്ട് പോയതാ. എല്ലാരും പറഞ്ഞു അവൻ എന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. പക്ഷെ എനിക്കറിയാം അവൻ തിരിച്ചു വരും. അവൻ തന്നെയല്ലേ ഇവൻ? എന്തായാലും മോൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ വന്നേല്ലോ അവനെ കാണാൻ. കണ്ടിട്ട് പോയാ മതി. മോൾ അകത്തോട്ട് വന്നിരിക്കേ. എന്തോ നോക്കുന്നേ? ആരാ എന്തോന്നൊക്കെ നമുക്കൊന്നും അറിയണ്ടായോ? എന്നാ പിന്നെ ദേവു, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. എന്റെ കേശുവിനെ കാത്തു കാത്തു. എന്നാ പിന്നെ ഇവിടെ ഇരുന്നോ അമ്മൂമ്മ, നമുക്ക് അകത്തേക്ക് പോവാം.
அந்த பொண்ணோட பேச்சு பார்வையெல்லாம் பார்த்தாலே பயமா இருக்கு. എന്നെയും ഇറുക്കി പിടിച്ചപ്പോ എനിക്ക് ഭയം ഇറക്കും. പാറുവിനെ പിടിച്ചിട്ട് തിന്നുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച പാറു തീർന്നു. ஆமா ஆமா. ചേച്ചിയല്ലേ എന്നെ തള്ളിയിട്ട്? അത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ, യക്ഷിയിലൊന്നും മനസ്സിലായില്ലോ ചേ. பாரு நீ ஒண்ணு பண்ணு, அந்த பொண்ணு அங்கேயே இருக்கான்னு ஒன்னு போய் பாரு. അയ്യോ പാറു ഈ വരാന്തയിൽ നിന്ന് നോക്കിയാ മതി. ചേച്ചി, ചെല്ലു പാറു. അഥവാ ഞാൻ വന്നില്ലെങ്കിലേ ഒന്ന് വന്ന് നോക്കിയേക്കണേ. എന്തോന്നാ ലച്ചു ഇത്? എനിക്ക് ആകെ പേടിയാവുന്നു. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ. അമ്മൂമ്മ എന്തോന്നൊക്കെ അമ്മൂമ്മ പറയണേ, എനിക്ക് എന്തറിയാൻ? உனக்கு தானே கேஸோட எல்லா ரகசியமும் தெரியும், நீ தெரிஞ்சதை சொல்லு லட்சு. കേശുവിന്റെ എല്ലാ രഹസ്യം എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കോ? ഉള്ള കാര്യം ഉള്ള പോലെ പറയില്ലേ? ചേച്ചി, മാവില് നോക്കി അവിടെ തന്നെ അരിപ്പ്. ലച്ചു, നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ എടുത്ത് കേശുവിനെ ഒന്ന് വിളിക്ക്. ആലപ്പുഴയിൽ നിന്ന് ഒരു ദേവ് വന്നിരിക്കുന്നെന്ന് പറ. பயமா இருக்கு எனக்கு. റിങ് ചെയ്യുന്നുണ്ട്. ஏய் இங்கதான் அது அடிக்குது. ഫോണിന്റെ രക്ഷോണ്ട ഫോണ്. போயிடு. ചെറുക്കനോട് ഫോൺ വെച്ചിട്ടാണോ പോയത്? மறந்திருப்பான்னு நினைக்கிறேன் லட்சு. മറന്നു, സ്ഥിരം പരിപാടിയാണ് ഇപ്പോ ഫോൺ എടുക്കാതെ പോണത്. அப்படியெல்லாம் இல்ல, அவன் இப்ப நல்லா உஷாரா இருக்கான், நல்லா படிக்கிறான். നല്ല പഠിക്കുന്നു. അവന്റെ ഒരു പഠിത്തം എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിച്ചോണ്ടിരുന്ന ഒരു ചെറുക്കനാ. ഇപ്പൊ അവന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി അവന്റെ സമയദോഷം വല്ലതും ആയിരിക്കൂ. അവന്റെ സമയത്തിന് കുഴപ്പമൊന്നുമില്ല, നാട്ടിലുള്ള പെമ്പിള്ളാരുടെ സമയത്തിനാണ് കുഴപ്പം. ലച്ചു, ആവശ്യമില്ലാതെ എന്റെ കൊച്ചിനെ ഒന്നും പറഞ്ഞേക്കരുത്. ഓ, കൊച്ചിനെ പറഞ്ഞതാണ് കുഴപ്പം. ദേ ആ മാവിന്റെ ചോട്ടിൽ ഒരു പെങ്കൊച്ചു വന്ന് ഇരിപ്പുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. அவன் பாவம் லட்சு, இப்படியெல்லாம் சொல்லாத லட்சு. கேசு ரொம்ப பாவம். ആര് പാവോന്ന്? ആ വന്നാ വാ വാ. ചേച്ചി കണ്ടില്ലേടാ നീ? എന്തോന്ന്? ആ മാവിന്റെ ഉള്ളിൽ നിന്നെ ദേവൂട്ടിരിക്കുന്ന കണ്ടില്ലേ? കേശോട്ടാ, കേശോട്ടൻ ദേവൂട്ടി. എടാ മോനെ, ആലപ്പുഴന്ന് വന്നെന്ന് പറഞ്ഞില്ലയോ ആ കൊച്ച്? നേരത്തെ ആലപ്പുഴ നിന്നു പറഞ്ഞതാ. ആ, ഏത് ദേവൂട്ടി? എനിക്ക് കൂടെ പഠിക്കുന്ന 2-3 പിള്ളേരുണ്ട് ആലപ്പുഴന്ന്. പക്ഷെ അതിനകത്ത് ഈ ദേവൂട്ടി ഏത്? അല്ല, എവിടെ ഇരിക്കണെന്ന് പറഞ്ഞേ? മാവൻ ചോട്ടില്. അവിടെ ഒന്നും ആരും ഇല്ലല്ലോ. അവിടെ ആരും ഇല്ലെന്നാ? അവിടെ ആരും ഒരു ലാപ്പാടാ, 2 മാവ് മാത്രം ഉണ്ട്. പാറു, നീ അല്ലേ പറയാൻ നേരത്തെ ആ കൊച്ചു അവിടെ ഇരിപ്പുണ്ടെന്ന്? ഞാൻ നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ஐயோ, அப்ப இப்ப எங்க போனா? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങളൊക്കെ രാവിലെ എന്തിനാണ് കഴിച്ചത്? എടാ, ഞങ്ങൾ കാര്യം പറഞ്ഞത് ആ കൊച്ചു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഏത് കൊച്ചു അവിടെ ഇരിപ്പുണ്ട? ദാണ്ടായിരുന്നു ചേട്ടന്റെ ദേവൂട്ടി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.